ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്തൊരു കോമഡി പീസ് ആണല്ലേ. ശരിക്കും ഇന്നത്തെ ആ ഒരു തർക്കത്തിലാണ് ആര്യന്റെ ആ ഒരു പോരായ്മകൾ നമുക്ക് ശരിക്കും മനസ്സിലായത്. ആര്യൻ അവിടെ ഇത്രയും ദിവസം നിലനിന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ചിലപ്പോൾ PR വർക്ക് കൊണ്ടായിരിക്കാം. ആര്യൻ അവിടെ നിലനിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. വായിന്ന് വരുന്നതെല്ലാം ഫ്ലഫാണ്. ഒരു വാല്യൂ ഉള്ള പോയിന്റ്, വാലിഡ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം പോലും ആര്യൻ ഇന്ന് നൂറയ്ക്കെതിരെയുള്ള ആ വഴക്കിൽ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ കാര്യം പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എപ്പിസോഡിൽ നോക്കിയാൽ കാണാം. അക്ബർ മറ്റേ ഇതുപോലത്തെ അണ്ണാനെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആര്യനാണ് സംസാരിച്ചത്. അക്ബറിന് വേണ്ടി വാദിച്ചത് ആര്യനാണ്. പക്ഷെ വാദിക്കാൻ വന്ന ഈ വക്കീലന്മാര്, ചില വക്കീലന്മാരുണ്ടല്ലോ, കാശ് വാങ്ങിച്ചിട്ട് വാദിക്കാനും അറിയില്ല, കേസും തോൽപ്പിക്കും. ആ ലെവലൊരു അതേപോലത്തെ ഒരു വക്കീലിനെ പോലെയാണ് ആര്യനെ എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും പറയാണ്, അക്ബർ അവിടെ തല കുനിച്ച് തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അണ്ണാനെ പോലെ ഇരിപ്പുണ്ട്. ആര്യനാണെങ്കില് വായി വരുന്ന എല്ലാം കൂടെ അങ്ങ് പറയാണ്, ചുമ്മാ എന്തൊക്കെയോ പറയാണ്. നൂറയുടെ ആ ഒരു ഗ്യാസ് ഇഷ്യൂനെ, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂനെ ഒക്കെ എന്തോ പോലെ ആക്കി കളഞ്ഞു. ഞാൻ ഇത് എപ്പിസോഡിലും ലൈവിലും കണ്ടത് വെച്ചിട്ട് എപ്പിസോഡിൽ കുറച്ചൊക്കെ ആര്യന്റെ ബ്ലണ്ടർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ലൈവിലാണത് മൊത്തത്തോടെ കാണിച്ചത്. ആര്യൻ നൂറയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ നിനക്ക് അധികാരമായിരുന്നു, ഫുഡ് എന്ന് പറയുന്നത് നിന്റെ അധികാരമായിരുന്നു, ഇപ്പൊ നിനക്ക് സെൽഫ് റെസ്പെക്ട് ആയി. അതെങ്ങനെയാണ് അങ്ങനെ അധികാരം സെൽഫ് റെസ്പെക്ട് ആവുന്നത് എന്ന് ചോദിക്കുന്നതാണ് നൂറയുടെ അടുത്ത്. നൂറ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് നിർത്തി. കാരണം നൂറയ്ക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി, ആര്യൻ ഇത് കയ്യിൽ നിന്ന് പോയി, അക്ബറിനും കയ്യിൽ നിന്ന് പോയി. അക്ബർ മിണ്ടാതെ അവിടെ തല താഴ്ത്തി ചമ്മി നാറിയ രീതിയിൽ ഇരിക്കുകയായിരുന്നു. അക്ബർ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആര്യന്റെ ഈ മണ്ടത്തരം കേട്ടിട്ട് അക്ബർ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ലൈവിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നെ ആര്യന്റെ രണ്ടാമത്തെ മണ്ടത്തരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നീ അനുസരിച്ചില്ലല്ലോ, നീ അനുസരണയുള്ള കുട്ടിയായോ പെട്ടെന്നെന്ന്. എനിക്ക് ചിരി വന്നു കേട്ടോ, ശരിക്കും ചിരി വന്നു. ആര്യന്റെ ഈ മണ്ടത്തരം എല്ലാം കൂടെ കേട്ടിട്ട് സത്യമായിട്ടും ചിരി വന്നു. പിന്നെ ആര്യൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് ഞാൻ ഇനി ഫുഡ് തരുന്നില്ല, നിന്നോട് ഇത്ര നേരം ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞു, ഇനി നീ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കരുത്, നിന്റെ അധികാരം ഞാൻ വീണ്ടും അവസാനിപ്പിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരിയും കരച്ചിലും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു സത്യം പറഞ്ഞ. കാരണം എന്താണെന്നറിയോ, ബിഗ് ബോസ് മലയാളത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഈ രീതിയിൽ ഇത്രയും കോമഡി പീസായി മാറിയിട്ടില്ല. എന്നുവെച്ചാൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഇത്രയെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടാവും, അല്ലെ ഒരു വേർഡ് ഫ്ലോ, വൊക്കാബുലറി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അവകാശവും അധികാരവും തമ്മില് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കിളി പോയ അവസ്ഥയിൽ സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ തന്നെ ഈ ആര്യം പറഞ്ഞ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്താണെന്നറിയോ, ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള ഈ ആദിലേനെയും നൂറേനെയും സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. എനിക്കിതൊക്കെ കേട്ടിട്ട് എന്റെ പൊന്നോന്നായി പോയി. തലയെ കൈവച്ചിരിപ്പായിരുന്നു, സത്യം പറയാലോ, തലയെ കൈവച്ചിരിക്കുകയായിരുന്നു. അവകാശവും അധികാരവും രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. അവകാശം എന്ന് പറഞ്ഞ റൈറ്റ് ആണ്, അധികാരം എന്ന് പറഞ്ഞ പവറാണ്. അപ്പൊ മലയാളം ഇങ്ങനെ ഒരു ഭാഷയാണ്, അത് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള തർക്കത്തിലൊക്കെ സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ നാണം കെട്ട് തലകുനിഞ്ഞിരിക്കേണ്ടി വരും. അതാണ് ഇന്ന് മനസ്സിലായത്. അപ്പൊ ആര്യൻ ഇതായിരുന്നു കേട്ടോ, ആര്യൻ കോമഡി പീസ് ആയിപ്പോയി ശരിക്കും ഇന്നത്തെ ഈ ഒരു വഴക്കിനകത്ത്. നെവിൻ മിണ്ടുന്നില്ലായിരുന്നു, കാരണം നെവിന് പേടിയാണ്. നൂറെ പൊതുവെ നെവിന് പേടിയുണ്ട്. നൂറ പ്രൊവോക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് നൂറ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെവിൻ വീണ്ടും ഇറങ്ങി ഓടും. അപ്പൊ അതുകൊണ്ട് നെവിൻ മിണ്ടാതിരിക്കുകയായിരുന്നു.